ഗർഭകാലത്തിന്റെ അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു ചോദ്യമാണിത്. ഇപ്പോൾ തോന്നുന്ന ഈ വേദന, ഇത് പ്രസവത്തിന്റെ തന്നെയാണോ, അതോ ശരീരം തരുന്ന ഒരു ഫോൾസ് അലാമാണോ? വരൂ, ഈ സംശയങ്ങൾക്കെല്ലാം നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താം. അതെ, ഈയൊരു ചോദ്യം ഗർഭിണികളെ മാത്രമല്ല കൂടെയുള്ളവരെയും ഒരുപോലെ ടെൻഷനടിപ്പിക്കും, അല്ലേ? പ്രത്യേകിച്ച് ബംഗ്ലൂരു പോലൊരു സിറ്റിയിലെ ട്രാഫിക്കിൽ പാതിരാത്രിക്ക് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വരുന്നൊരവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. ആർക്കാണൊരു പേടി തോന്നാത്തത്? പക്ഷേ വിഷമിക്കേണ്ട, ഈ കപടവേദനയും യഥാർത്ഥ വേദനയും തമ്മിൽ തിരിച്ചറിയാൻ നല്ല വ്യക്തമായ ചില വഴികളുണ്ട്. പ്രമുഖ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പ്രശാന്ത് ഇതിനെ വളരെ രസകരമായൊരു ഉദാഹരണത്തിലൂടെയാണ് പറഞ്ഞുതരുന്നത്. അദ്ദേഹം പറയുന്നത്, കപടപ്രസവവേദന എന്ന് പറയുന്നത് ഗർഭപാത്രം ഒരു റിഹേഴ്സൽ നടത്തുന്നത് പോലെയാണ്. എന്നാൽ യഥാർത്ഥ പ്രസവവേദനയോ, അത് കുഞ്ഞു പുറത്തു വരുന്നത് വരെയുള്ള ആ യഥാർത്ഥ പെർഫോമൻസ് തന്നെയാണ്. ഈയൊരു വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻ കുറയും. ഈ റിഹേഴ്സലിന് അല്ലെങ്കിൽ ഈ പരിശീലന സങ്കോചങ്ങൾക്ക് വൈദ്യശാസ്ത്രം നൽകിയിരിക്കുന്ന പേരാണ് ബ്രാക്സ്റ്റൺ ഹിക്സ് സങ്കോചങ്ങൾ. ഇത് ശരിക്കും ഗർഭപാത്രത്തെ പ്രസവത്തിനായി ഒന്ന് തയ്യാറാക്കുന്ന വെറും പ്രാക്ടീസ് സങ്കോചങ്ങൾ മാത്രമാണ്. പലപ്പോഴും നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞിരിക്കുമ്പോഴുണ്ടാകുന്ന ഗ്യാസ് പോലെയൊക്കെ ഇതിനെ തെറ്റിദ്ധരിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോ ഈ പ്രാക്ടീസ് സങ്കോചങ്ങളുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, അതിനൊരു കൃത്യമായ താളമോ ക്രമമോ ഉണ്ടാകില്ല. വേദന വരും, പോകും. പക്ഷേ അതിന്റെ ശക്തി കൂടുകയോ അല്ലെങ്കിൽ ഓരോ വേദനയും തമ്മിലുള്ള സമയം കുറയുകയോ ചെയ്യില്ല. അതുപോലെ ഈ വേദന കൂടുതലും വയറിന്റെ മുൻഭാഗത്ത് മാത്രമായിരിക്കും അനുഭവപ്പെടുന്നത്. കുറച്ചു കഴിയുമ്പോൾ തനിയെ അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ശരി, അപ്പോ എന്താണ് ഈ പരിശീലന സങ്കോചങ്ങളെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഹോസ്പിറ്റലിലേക്ക് ഓടും മുൻപ് ഇത് യഥാർത്ഥ വേദനയാണോ എന്ന് വീട്ടിലിരുന്ന് തന്നെ ഉറപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന വളരെ ലളിതമായൊരു വഴിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആകെ ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ആദ്യം 2 ഗ്ലാസ് നിറയെ വെള്ളമെടുത്ത് കുടിക്കുക. കാരണം എന്താണെന്നറിയോ? ശരീരത്തിലെ വെള്ളത്തിന്റെ കുറവ്, അതായത് ഡീഹൈഡ്രേഷൻ, പലപ്പോഴും ഇത്തരം കപട സങ്കോചങ്ങൾക്ക് ഒരു പ്രധാന കാരണമാകാറുണ്ട്. രണ്ടാമതായി, നിങ്ങളിരിക്കുന്ന പൊസിഷനൊന്ന് മാറ്റുക. എന്നിട്ട് കാത്തിരുന്ന് നിരീക്ഷിക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഖ്യയുണ്ട്: 30 മിനിറ്റ്. വെള്ളം കുടിച്ച് നിങ്ങളുടെ പൊസിഷൻ മാറിയതിനു ശേഷം ഒരു 30 മിനിറ്റ് കാത്തിരിക്കാം. ഇത് കപടവേദനയാണെങ്കിൽ ഈ സമയത്തിനുള്ളിൽ ആ സങ്കോചങ്ങൾ ഒന്നുകിൽ കുറയും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ ഇല്ലാതാവും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതൊരു ഫാൾസ് അലാം ആയിരുന്നു എന്ന്. അതെ, സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒന്ന് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. ഇനി ഇരിക്കുകയായിരുന്നെങ്കിൽ എഴുന്നേറ്റ് ചെറുതായി ഒന്ന് നടക്കുക. ഈ ചെറിയൊരു മാറ്റം നിങ്ങളുടെ ഗർഭാശയ പേശികൾക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കുകയും ആ കപട സങ്കോചങ്ങൾ നിർത്തുകയും ചെയ്യും. എന്നാൽ ഓർക്കുക, ഇത് യഥാർത്ഥ പ്രസവവേദനയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് യഥാർത്ഥ പ്രകടനത്തിലേക്ക്, അതായത് ട്രൂ ലേബറിലേക്ക് വരാം. യഥാർത്ഥ പ്രസവവേദനയ്ക്ക് നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത വളരെ വ്യക്തമായൊരു താളമുണ്ട്. നിങ്ങളുടെ ശരീരം മുഴുവൻ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു റിഥം. ആ റിഥമാണ് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കേണ്ടത്. ഇവിടെ ഈ 1 മണിക്കൂർ വളരെ നിർണായകമാണ്. സങ്കോചങ്ങൾ തുടങ്ങിയെന്ന് തോന്നുമ്പോൾ 1 മണിക്കൂർ നേരം ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ഇത് യഥാർത്ഥ പ്രസവവേദനയാണെങ്കിൽ ഈ 1 മണിക്കൂറിനുള്ളിൽ ആ സങ്കോചങ്ങൾ പതിയെ പതിയെ കൂടുതൽ ശക്തമാകുന്നതും കൂടുതൽ നേരം നീണ്ടുനിൽക്കുന്നതും അവ തമ്മിലുള്ള ഇടവേള കൃത്യമായി കുറഞ്ഞു വരുന്നതും നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം. യഥാർത്ഥ പ്രസവവേദന സാധാരണയായി തുടങ്ങുന്നത് നടുവിന്റെ താഴെ ഭാഗത്തു നിന്നാണ്. കഠിനമായൊരു ആർത്തവവേദന പോലെ തുടങ്ങി അത് പതിയെ വയറിന്റെ മുൻഭാഗത്തേക്ക് ഒരു തിരമാല പോലെ പടരുന്നതായിട്ട് അനുഭവപ്പെടും. അത് വെറുതെ വയറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കില്ല. യഥാർത്ഥ പ്രസവവേദനയുടെ ഓരോ സങ്കോചവും ഒരു മിന്നായം പോലെ വന്നു പോകുന്ന ഒന്നല്ല. അത് കുറഞ്ഞത് 30 മുതൽ 45 സെക്കൻഡ് വരെ നീണ്ടുനിൽക്കും. അതിനുശേഷമേ ഗർഭാശയ പേശികൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടുകയുള്ളൂ. ഈ ദൈർഘ്യവും അതിന്റെ ശക്തിയും സമയം പോകും തോറും കൂടിക്കൂടി വരും. അപ്പോ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? സംഭവം സിമ്പിളാണ്. കപടവേദന, അതായത് നമ്മുടെ പ്രാക്ടീസ്, അതിനൊരു താളവുമില്ല. നമ്മളൊന്ന് റെസ്റ്റ് എടുത്താൽ ചിലപ്പോ അങ്ങ് പോകും. വേദനയാണെങ്കിൽ വയറിന്റെ മുൻപിൽ മാത്രമായിരിക്കും. പക്ഷേ യഥാർത്ഥ വേദന, ആ പെർഫോമൻസ് അങ്ങനെയല്ല. അതിന് കൃത്യമായ ഒരു റിഥമുണ്ട്. സമയം കഴിയുന്തോറും ശക്തി കൂടും. വേദന നടുവിൽ നിന്ന് മുന്നോട്ട് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് നിൽക്കില്ല. ഇതാണ്
ഇതാണ് ആ റിഹേഴ്സലും യഥാർത്ഥ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വ്യത്യാസം വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എപ്പോഴാണ് ആ ഹോസ്പിറ്റൽ ബാഗ് എടുത്ത് യാത്ര തിരിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന അവസാന ഘട്ടത്തിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോ അഥവാ മ്യൂക്കസ് പ്ലഗ് എന്നു പറയുന്ന ഒന്ന് പുറത്തുവരുന്നത് പ്രസവം ആക്റ്റീവ് ആകുന്നു എന്നതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഗർഭകാലത്ത് ഗർഭാശയമുഖത്തെ അണുബാധയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒരു അടപ്പാണിത്. പ്രസവം അടുക്കുമ്പോൾ സെർവിക്സ് വികസിക്കാൻ തുടങ്ങുന്നതോടെ ഈ അടപ്പ് ചെറിയ രക്തത്തോടൊപ്പം പുറത്തുവരും. പിങ്ക് കലർന്നതോ ബ്രൗൺ നിറത്തിലോ ഇത് കാണുകയാണെങ്കിൽ പ്രസവം അടുത്തുവെന്ന് ഉറപ്പിക്കാം. ഇത് സുരക്ഷയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. വേദനയില്ലാത്ത സമയങ്ങളിൽ കുഞ്ഞിന് സാധാരണ പോലെ അനക്കമുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കുഞ്ഞിന് അനക്കമുണ്ടെന്നുള്ളത് എല്ലാം സേഫ് ആണെന്നതിന്റെ നല്ലൊരു സൂചനയാണ്. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ചെക്ക്ലിസ്റ്റ്. സങ്കോചങ്ങൾ ഓരോ 5-7 മിനിറ്റിലും സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ, ഓരോ വേദനയും ഏകദേശം 1 മിനിറ്റോളം നീണ്ടുനിൽക്കുന്നുണ്ടെങ്കിൽ, വേദന കാരണം സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ, അതോടൊപ്പം ഷോ കാണുകയോ അല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് ആവുകയോ ചെയ്താൽ തീർച്ചയായും ആശുപത്രിയിലേക്ക് പോകാനുള്ള സമയമായി. ആശുപത്രിയിലേക്കെത്താൻ കൂടുതൽ സമയമെടുക്കുന്നവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണിത്. നിങ്ങളൊരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വലിയ നഗരങ്ങളിലെ ട്രാഫിക്കിൽ പെടാൻ സാധ്യതയുണ്ടെങ്കിൽ, യഥാർത്ഥ പ്രസവവേദനയുടെ ആ താളം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വൈകിക്കരുത്. അല്പം നേരത്തെ ഇറങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാം. നിങ്ങളുടെ ശരീരം നൽകുന്ന സൂചനകളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ഈ അറിവ് ഉപയോഗിച്ച് ശാന്തമായി കാര്യങ്ങളെ നിരീക്ഷിച്ച് ശരിയായ തീരുമാനമെടുക്കുക. ഇത് വെറുമൊരു റിഹേഴ്സലാണോ അതോ യഥാർത്ഥ പ്രകടനത്തിനുള്ള സമയമായോ എന്ന് തിരിച്ചറിയാൻ ഇനി നിങ്ങൾക്ക് സാധിക്കും.